ഞാനിപ്പോൾ സംസാരിക്കുന്നത് വെള്ളിയാഴ്ച ജുമയുടെ തൊട്ട് മുൻപാണ്. ഇവിടെ ഇപ്പോൾ സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങൾ, സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ഈ പള്ളിയിൽ, മേപ്പാടി പള്ളി എന്ന് പറയുന്നത് 38ഓളം ആളുകളെ മറവ് ചെയ്ത പള്ളിയാണ്. ഈ പള്ളിയിലെത്തി ജുമാ നമസ്കാരം കഴിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഉത്തരവാദിത്വത്തിന് വേണ്ടിയാണ് ഉസ്താദുമാരൊക്കെ വരുന്നത്. ആ ഉസ്താദുമാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പം ആളുകളൊക്കെ എത്തി. ഇനി ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുഷാവറ അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് വരേണ്ടതുണ്ട്. നമ്മുടെ കൂടെ ഹമീദ് വൈസി സാഹിബ് ചേരും. ഉസ്താദ്, നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥിക്കുക എന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഈ ഒരു ദുരന്തത്തിൽ നമ്മുടെ ഉസ്താദുമാരും സംസ്ഥയുടെ പണ്ഡിതന്മാരും ഒക്കെ ഇവിടേക്ക് വരികയാണ്. എത്രമാത്രമാണ് ഈ ഒരു ദുരന്തത്തിൽ സമസ്ത അതിനെ ഇവരുടെ പുനരധിവാസത്തിനും മറ്റുമൊക്കെ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മുന്നോട്ട് ചെയ്യാൻ സാധിക്കുക? തങ്ങൾ ഉസ്താദ് ഇവിടെ വരുന്നുണ്ടല്ലോ, ഉടനെ എത്തുന്ന പ്രതീക്ഷിക്കുന്നത്. കാര്യങ്ങൾ വിശദമായി തങ്ങൾ ഉസ്താദ് പറയുന്ന പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഷിയാബ് ഫൈസിൻ്റെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. ഇവിടെ ചെന്നപ്പോൾ വല്ലാത്തൊരു പ്രയാസം. ഷിയാബ് ഫൈസിൻ്റെ ഉപ്പ ഷിയാബ് ഫൈസിൻ്റെ അതേ കട്ടാണ്. രാത്രി 10:30 മണിക്ക് ഷിയാബ് ഫൈസ് വിളിച്ചു പറഞ്ഞു, വീട്ടിൽ വിശദമായി സംസാരിച്ചു. കനത്ത മഴയാണ്, എന്താ ചെയ്യുക, ചില പ്രശ്ന സാധ്യത ഉണ്ട് എന്ന്. അപ്പോൾ വീട്ടുകാർ നിർബന്ധിച്ച് പോരാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഈ നാട്ടുകാരിട്ട് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോരാന്ന് പറഞ്ഞിട്ട് നിന്നു. ലാസ്റ്റ് പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഫോൺ അടിക്കുന്നുണ്ട്, ആൾ റിങ് ചെയ്യുന്നില്ല, ലാസ്റ്റ് സ്വിച്ച് ഓഫായി. ആ പ്രയാസകരമായ ആ വീട്ടിലെ ഒരു സങ്കടാവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹുവിൻ്റെ മഹദ് ഫദ്ല് കൊണ്ട് മഗ്ഫിറത്തും റഹ്മത്തും അവർക്ക് എല്ലാവരും കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് AV ഉസ്താദ് എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ സഹായം, പുനരധിവാസം, ഇത്തരം കാര്യങ്ങൾ ഫുള്ള് അതിന് പള്ളി, മദ്രസ, മുഅല്ലിങ്ങൾ, സാധാരണക്കാർ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് തീർച്ചയായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് യഥാസമയം നിർവഹിക്കും. അതിനുള്ള ആവശ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ MT ഉസ്താദ്, പാണക്കാട് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, മുഷാവറ മെമ്പർമാർ, AV ഉസ്താദ് കടന്നു വരികയാണ്. അവരൊക്കെ ഒരുമിച്ച് ഇവിടെ കുവാക്കോട് മൊയ്തീൻകുട്ടി വൈസി എത്തിപ്പെട്ടു. കൊടുകേരെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മയ്യിത്ത് നിസ്കാരവും പ്രത്യേക തഹ്ലീലും ദുആയും കാര്യങ്ങളൊക്കെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, സിയാറത്തും എല്ലാം നിർവഹിക്കും. പക്ഷേ അതാണ് പ്രധാനം. ഇൻഷാ അല്ലാഹ് അല്ലാഹു മേപ്പാടി ടൗൺ ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ജുമാക്ക് ശേഷം പ്രത്യേക പ്രാർത്ഥനയും അതോടൊപ്പം അവർക്ക് വേണ്ട മറ്റു കാര്യങ്ങളുമൊക്കെ ഇവിടെ നടക്കും എന്നാണ് അറിയുന്നത്. വരി ഇന്നത്തെ ഖുതുബയിൽ പ്രത്യേകമായി നമ്മൾ ഉണർത്തിയതുപോലെ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പരീക്ഷണമാണ്. ദാറുൽ ഇബ്തില, പരീക്ഷണത്തിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമ്മെ പരീക്ഷിക്കും. നമ്മൾക്ക് എത്തിച്ചേരാനുള്ളത് സുഖലോക സ്വർഗമാണ്. ഈ പരീക്ഷണത്തിൽ വിജയിച്ചവർക്കാണ് അള്ളാഹുവിൻ്റെ മഹത്തായ ആ സുഖലോക സ്വർഗം അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്. അള്ളാഹു അതിൽ പ്രവേശിക്കാനും ഒരുമിച്ച് കൂടാനും നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ പരീക്ഷണം നമ്മൾ മാസങ്ങളായി രാവിലെ പത്രം വായിക്കുകയോ ന്യൂസ് കേൾക്കുകയോ ചെയ്യുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ സഹോദരിമാർ, നമ്മളുടെ പിഞ്ചുമക്കൾ വിദൂര സ്ഥലത്ത് പലസ്തീനിൽ പടഞ്ഞു മരിക്കുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും ദുഃഖിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ ഇടയിലാണ് നമ്മൾക്ക് താങ്ങാൻ സാധിക്കാത്ത ഈ മഹാ ദുരന്തം നമ്മൾക്ക് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾക്ക് സമാധാനിക്കാനുള്ള ഒന്ന്, ഈ ദുരന്തത്തിൽ മരണപ്പെട്ട എത്ര പേരാണെന്ന് നമ്മൾക്കാർക്കും അറിയില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർസഖിയായ ജീവിതത്തിൽ, അവരുടെ പരലോക ജീവിതത്തിൽ ശുഹദാഇന്റെ പ്രതിഫലം നൽകുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്മാരെ, ആ സഹോദരിമാരെ, ആ മക്കളെ അവരെപ്പോഴാണോ അവർ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്തതെങ്കിൽ അന്ന് മുതൽക്ക്, ആ നിമിഷം മുതൽക്ക് അവരെവിടെയായിരുന്നാലും, അവരെവിടെയായിരുന്നാലും ആ ശുഹദാഇന്റെ കൂടെ അള്ളാഹു അവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവരുടെ ദർജകളെ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവർക്ക് ദുആ ചെയ്യാനുള്ളത് അവരുടെ കുടുംബങ്ങൾ, അവരുടെ ബന്ധുമിത്രാദികൾക്കാണ്. അവരങ്ങേയറ്റം വേദനയിലും ദുഃഖത്തിലുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല ക്ഷമ കൊടുത്തു അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അവരെ ഖൽബിൽ അല്ലാഹു നല്ല ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് പകരം എന്തൊക്കെയാണോ അവർക്ക് പകരം കിട്ടേണ്ടതെങ്കിൽ അതൊക്കെ നൽകി അവർക്ക് നല്ല പരിഹാരവും നല്ല ഉയർച്ചയും നല്ല ഇസ്സത്തും അല്ലാഹു നൽകുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ഇഷ്ടദാസങ്ങളിൽ അവരെയും അല്ലാഹു നമ്മളെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ബഹുമാനികളെ, നമ്മൾ അവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമായുടെ നേതൃത്വത്തിൽ തഹ്ലീൽ ചൊല്ലി ഇവിടെ ദുആ ചെയ്യും. നമ്മൾ ജനാസ നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാത്തവർക്ക് വേണ്ടി ജനാസ നിസ്കരിക്കേണ്ടി വരും. അതിന് വിരോധമല്ല. അറിയാത്തവർക്ക് വേണ്ടി ഇന്നിപ്പോൾ ദുനിയാവിൽ ആരൊക്കെ മരണപ്പെട്ടു അവരുടെ പേരിൽ ഞാൻ മയ്യിത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിയ്യത്ത് ചെയ്ത ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരവും സഹീഹാണ് എന്നാണ് മഹാന്മാരായ ഇമാമുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതേ പ്രകാരം തന്നെ ഏതെങ്കിലും അവയവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ അവയവങ്ങൾ നമ്മൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമ്മൾ നിസ്കരിക്കാം. നിസ്കരിക്കുമ്പോൾ ആ അവയവത്തിന് വേണ്ടി നിസ്കരിക്കുക എന്നല്ല നമ്മൾ നിയ്യത്ത് ചെയ്യേണ്ടത്. ആ അവയവം ഏതൊരു ശരീരത്തിൻ്റെ ഭാഗമാണോ ആ ശരീരത്തിൻ്റെ ഉടമയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ ആണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഇനിയുള്ളത് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും വെളിയിലുമുള്ള എല്ലാവരും അവർക്ക് വേണ്ടി ആകുന്ന സഹായങ്ങൾ ചെയ്യുക എന്നതാണ്. പല വിധത്തിലുള്ള സഹായങ്ങളും പല വിധത്തിലുള്ള അവർക്ക് വേണ്ടിയുള്ള സേവനങ്ങളും നമ്മളുടെ സർക്കാർ മുതൽക്ക് സംഘടനകൾ മുതൽക്ക് വ്യക്തികൾ മുതൽക്ക് സന്നദ്ധ പ്രവർത്തകർ മുതൽക്ക് എല്ലാവരും വളരെ സജീവമായി ഓരോരുത്തരും അവനവൻ്റെ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു അതെല്ലാം വലിയ അമലുകളായി കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് കവളപ്പാറയിലും അതേ പ്രകാരം തന്നെ നമ്മളുടെ പള്ളി കയറ്റി കൊടുത്ത സ്ഥലം അല്ല അവിടെ പാതാറ് കവളപ്പാറയിലും പാതാറിലും ഇവിടെ പുത്തുമലയിലുമൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇടപെട്ട് എനിക്കിപ്പോഴും കണ്ണിന് വരികയാണ്. നമ്മൾ പുത്തുമലയിൽ സമസ്ത സഹായങ്ങൾ വിതരണം ചെയ്തപ്പോൾ ഒരു അമുസ്ലിം സഹോദരൻ എൻ്റെ കാലിക്കൽ വന്ന് കാലിൻ്റെ അവിടെ സുജൂദ് ചെയ്തു.
അവർക്കറിയില്ല അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഒരു 25,000 റുപ്യ കൊടുത്തിട്ടുള്ളൂ. ഞാൻ വേഗം കൈപിടിച്ച് എണീപ്പിച്ചു, ഇത് ചെയ്യാൻ പാടില്ല, ഇതിനു വേണ്ടിയല്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം സമസ്ത എന്ന് പറയുന്നത് നമ്മളാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് നമ്മളാണ്, വേറൊന്നല്ല. നമ്മളൊന്ന് വേറെ, സമസ്ത ഒന്ന് വേറെയല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് നമ്മളാണ്. ആ നമ്മളിലൂടെ നമ്മൾക്ക്, നമ്മുടെ സമുദായത്തിന് ബന്ധപ്പെട്ടവർക്ക്, ഈ ദുരന്തത്തിലകപ്പെട്ടവർക്ക് ഏതെല്ലാം വിധത്തിലാണ് സഹായിക്കാൻ കഴിയുക എങ്കിൽ സഹായിക്കണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മൾക്ക് അള്ളാഹുവിൻ്റെ സഹായം മാത്രമാണ്. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. ഞാൻ വെട്ടി സംസാരിക്കുന്നില്ല. നമ്മൾക്ക് ദുആണ് പ്രധാനപ്പെട്ടത്. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ്, അധീയനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ നിങ്ങളോട് ഇൻഷാ അല്ലാഹ് നസീഹത്ത് ചെയ്യും. ബഹുമാനപ്പെട്ടവരെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പോഷക സംഘങ്ങളുടെ നേതാക്കന്മാരായ അടക്കമുള്ള നേതാക്കന്മാർ, സമസ്ത മാനേജർ മോഹിക്കുട്ടി മാസ്റ്റർ, മാസ്റ്റർ അടക്കമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെ നേതാക്കന്മാരും മറ്റ് സാധാത്തുക്കളും ഈ നാട്ടുകാരും എല്ലാത്തവരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും മറ്റ് ദീനീ സംഘടനകളുടെയൊക്കെ നേതാക്കന്മാരും പ്രവർത്തകരും, ബഹുമാനമുള്ളവരെ, വളരെ ഒരു ദുഃഖകരമായ ഒപ്പം കളം കെട്ടി നോക്കണം. ഒരു ആലങ്കാരികമായി പറയുന്ന ഒരു വാക്കല്ലത്, ആ ഒരവസ്ഥയിലാണ് വന്നിട്ടുള്ളത്. സമസ്തയുടെ ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ഘട്ടങ്ങളിലൊക്കെ ചെയ്യാനുള്ളത് ഇതുപോലുള്ള പ്രദേശങ്ങളിൽ വന്നും വരാതെയൊക്കെ മരണപ്പെട്ടവർക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും രോഗികൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാനുള്ളതാണ്. സമസ്തയുടെ ജമിയത്തുൽ ഉലമ ഇന്നേ വരെ ചെയ്ത ഏറ്റവും വലിയൊരു ഈ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നതാണ്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അതിനപ്പുറം കഴിയുന്ന സഹായങ്ങൾ ബന്ധപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഇവിടെ ബഹുമാനപ്പെട്ട സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ്റുകളൊക്കെ, അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകൾ, മതസംഘടനകൾ, രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ പല സേവനങ്ങളും ചെയ്യാൻ വേണ്ടി ടിവിയിലും മറ്റൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിരിവ് നൽകേണ്ട വെള്ളു തുടങ്ങി. ബഹുമാനപ്പെട്ട മോഹിക്കുട്ടി മാസ്റ്റർ ഞങ്ങൾ വരുമ്പോഴൊരു സംഭവം പറഞ്ഞു. ഒരു മുസ്ലിം സ്ത്രീ വിളിച്ചു സമസ്തൻ്റെ ഓഫീസിലേക്ക്. അവൾ പറഞ്ഞു, ഞാൻ ഈ ഫണ്ടിലേക്ക് ഇത്തരം തുക ഞാൻ സംഭാവന ചെയ്യുകയാണ്. ഇത് സത്യസന്ധമായി കൈകാര്യം ചെയ്യും എന്ന് ഉറപ്പുള്ള ഒരു സംഘടനയായിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മനസ്സിലാക്കിയത്. അപ്പോൾ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അത് വിതരണം ചെയ്യേണ്ടതായ ചാനലുകളും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. 10,000 ജില്ലാ മദ്രസകൾ, ഒരുപാട് അറബി കോളേജുകൾ, മറ്റ് ദീനീ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അത് വിതരണം ചെയ്യേണ്ടതായ ചാനലുകളും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ സത്യസന്ധമായ നിലക്ക് അതിൻ്റെ കിട്ടിയ പൈസ വിതരണം ചെയ്യും. അത് യാതൊരു സംശയമില്ല. ആരും അതിൽ സംശയിക്കുകയും വേണ്ട. ഏതെങ്കിലുമൊക്കെ അപശബ്ദങ്ങൾ പല ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തള്ളിക്കളയാം. അപ്പോൾ ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം, അല്ലാഹു വലിയ റഹ്മത്തുള്ളവനാണ്, അല്ലാഹു റഹ്മാനാണ്. ഇതൊക്കെ ആണെങ്കിലും
ചില സമയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ റഹ്മത്തിനും റൗഫത്തിനുമൊക്കെ അവൻ്റെ ഒറവ് അത് മികച്ചുകൊണ്ടുണ്ടാവുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഈ സന്ദർഭങ്ങൾ നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായി മറന്നു ഈ ഭൗതികമാവുന്ന ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഭൗതിക സുഖ സൗകര്യങ്ങളിൽ മാത്രം ആകർഷകമായി കൊണ്ടിട്ട് നമുക്ക് അല്ലാഹുവിൻ്റെ അവാമിറുകൾ അത് വുജൂബായ കൽപ്പനകൾക്ക് മാത്രം വൈപ്പെട്ടാൽ പോരാ, സുന്നത്തായ കൽപ്പനകൾക്കും ശറഈയാവുന്ന ആദാബുകൾക്കൊക്കെ വൈപ്പെടണം. അല്ലാഹു നിരോധിച്ചത് ഹറാമെന്ന് മാത്രം ഒഴിഞ്ഞാൽ പോരാ, ഖിറാഅത്തും ഖിലാഫുൽ ഒക്കെ ഒഴിഞ്ഞിരിക്കണം. ഈ നിലക്ക് കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ച് ജീവിക്കലാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പോകുന്നത്. ഈ ഒരു അവസ്ഥ നമ്മൾ ഇല്ലാതെയാവുമ്പോൾ ഇവിടെ പല പരീക്ഷണങ്ങൾ കൊണ്ടും പരീക്ഷിക്കപ്പെടും. അതിലെത്തി ഇല്ലാത്തവർ മാത്രമാവില്ല പെടുന്നവർ എല്ലാ തുസീബെന്നുള്ള ദീന നിൽക്കുന്നു പറഞ്ഞു. അങ്ങനത്തെ വരുമ്പോൾ നല്ലവർക്കും അല്ലാത്തവർക്കൊക്കെ അത് വന്നു. അപ്പോൾ ഏതായാലും ഇവിടെ പല മതസ്ഥർ, മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ താമസിക്കുന്ന പ്രദേശങ്ങളാണ്. കേരളത്തിൻ്റെ പൊതുവെയുള്ള സ്വഭാവം അതാണ്, നമ്മളെല്ലാവരും ഒന്നിച്ച് ജീവിക്കുക. ഓരോരുത്തരും അവരുടെ മതവും അവരുടെ ആശയങ്ങളും ആദർശങ്ങളും അനുസരിച്ച് അതോടുകൂടി നമ്മുടെ ഈ സഹോദര്യം, ഈ സ്നേഹം, ഈ സൗഹൃദം ഇതിനൊന്നും യാതൊരു നിലക്കില്ല. ഓർമ്മ ഏൽപ്പിക്കാതെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വിഭാഗക്കാരാണ്, ജനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ള അധികാരികൾ. അപ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും മുസ്ലിങ്ങളടക്കമുള്ള, ഹിന്ദുക്കളടക്കമുള്ള, ക്രിസ്ത്യാനികളടക്കമുള്ള പലരും അവർ മരണപ്പെട്ടു. പലരും കുടുംബങ്ങളും ബാക്കിയായ ചിലർക്ക് തന്നെ ചിലർക്ക് പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മുറിവുകളൊക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാം പുറമെ ഇനി അവരുടെ ഭാവി ജീവിതം, ബാക്കിയുള്ളവരുടെ ഭാവി ജീവിതം അതൊരു ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഗവൺമെൻറ് വളരെ സജീവമായി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ സന്നദ്ധ സംഘടനകളും പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകർ വളരെ സജീവമായ നിലക്ക് ഈ രക്ഷാപ്രവർത്തനത്തിൽ SKSF-ൻ്റെയും SYS-ൻ്റെയും തുടങ്ങി സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളരെയധികം സജീവമായി പ്രവർത്തിക്കുന്ന പല വിധങ്ങളും. അവർ ഇതുപോലുള്ള ദുരന്ത മേഖലയിലേക്ക് വന്നുകൊണ്ട് വളരെ സജീവമായ നിലക്ക് ഉറപ്പില്ല, ഊണില്ല, വിശ്രമമില്ല, ആ നിലക്ക് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനും സന്നദ്ധമുള്ളതായ ഒരു വിഭാഗം ഇന്നേക്കുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തയ്യാറായിട്ടുണ്ട്. അവരുടെ സേവനം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം പ്രയാസപ്പെട്ട ബുദ്ധിമുട്ടായ ഈ സമയത്ത് ആദ്യം സൂചിപ്പിച്ചത് നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനുഭാവികൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനുഭാവികളല്ലാത്തവരിൽ നിന്നും പരമാവധി ശേഖരിക്കേണ്ടത് ശേഖരിച്ചുകൊണ്ട് അതൊരു പ്രായോഗികമായ നിലക്ക് ഇവിടുത്തെ ആളുകളോടും മറ്റൊക്കെ അന്വേഷിച്ചതിന് ശേഷം മഹാന്മാരാവുന്ന ഉസ്താദന്മാരുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ് ഉസ്താദുകൾ. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് ഞങ്ങളത് നിർവഹിക്കും. അതിനുള്ള ഒരു ആഹ്വാനമാണ് ഇന്നലെ സുപ്രഭാതത്തിൽ കൂടി മറ്റൊക്കെ നടത്തപ്പെട്ടത്. ഇത് ഇന്നിവിടെ വന്നത് പഠിക്കുന്നവർ മാത്രമല്ല, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കും. ഞങ്ങളെല്ലാ സമയത്തും ഈ വിഷയം അറിഞ്ഞ അന്ന് മുതൽ തന്നെ കൂടിയിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. മരണപ്പെട്ടവർക്ക് വേണ്ടി ഇതുപോലുള്ള ആഫാത്ത് മുസീബത്ത് അപകടങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മരിച്ചു പോകുമ്പോൾ പൂർണ്ണ തൃപ്തരായിക്കൊണ്ട് മുത്തുമൈനത്താവുന്ന ശരിയായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. ആ മടങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വിഭാഗത്തുകളും അതിൻ്റെ മറ്റുള്ളതായ ഗുണങ്ങളൊക്കെ നമ്മളുണ്ടായിട്ട്
അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇവിടെ ചിലപ്പോൾ ഭൂമി വീഴ്ക്കുണ്ടാവും, വെള്ളപ്പൊക്കം ഉണ്ടാവും, മറ്റു പല ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന പല അതാവുക, ഭൂമിയിൽ നിന്ന് മുന്തി വരുന്ന പല അതാവുക, ഇതൊക്കെ പല മുൻകഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമുക്ക് അതിനൊക്കെയുള്ള ഒരു പരിഹാര മാർഗം എന്ന് പറഞ്ഞത് നമ്മളെപ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വർദ്ധിപ്പിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകൾ എപ്പോഴും ചെയ്യുക, മഹാന്മാരുടെ അസ്മാഉകൾ ചെയ്യുക. ഇതൊക്കെ ഒന്ന് ഇല്ലാതെ പോയി. അതിനനുസരിച്ച് നമ്മൾ ദിവസം എന്ന് പറയുമ്പോൾ പല പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കും. ആകെ എന്താണ് നമ്മൾ ലോകത്തുള്ളതെന്ന് ചോദിച്ചാൽ ഫിത്നകൾ മാത്രം. ഫിത്നത്തിൽ അഹ്യാസം വിട്ടുമാറാത്ത ഫിത്നകൾ മാത്രമേ ഉണ്ടാകും. അപ്പോൾ ഫിത്നകളിൽ നിന്നും ഫിത്ന ഉണ്ടാക്കുന്ന സംഗതികളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞുകൊണ്ട് നമുക്കൊക്കെ പാടുണ്ട് ജീവിതം നമ്മൾ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞു പോയ ഓരോ സംഭവങ്ങളിലും ആ സംഭവത്തിൻ്റെ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങൾ കൂടി അതിന് വരുന്ന സമയത്ത് നമുക്കൊരു ബോധം ഉണ്ടാവും. അതിന് എല്ലാവർക്കും ഉണ്ടാവും കുറച്ച്. അത് പിന്നെ അത് അവസാനിച്ചു. പിന്നെ നമ്മൾ മറ്റൊരു ഈ ഭൗതികമാവുന്ന ജീവിതത്തിൻ്റെ ഈ രസങ്ങളിൽ നിന്ന് അതിന് മാത്രം ലയിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയെ നമുക്കുണ്ടാകും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായും കൊണ്ട് നമ്മളൊക്കെ മാറിയിട്ടാണ്. ഇതാണ് സമസ്തകളുടെ തമീയത്തിൽ നമുക്ക് എല്ലാ മുസ്ലിങ്ങളോടും ഓർക്കാറുള്ളത്. നമ്മൾ മുത്തഖീങ്ങളായി കൊണ്ട് ജീവിക്കാൻ വരുന്ന ശ്രമിക്കും. നമ്മൾ വളരെ അധികം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട സംഗതികളൊന്നും നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇത് അധികം പ്രസംഗിക്കേണ്ടേ ഉപദേശിക്കേണ്ട ഒരു സമയമില്ലെന്ന് എനിക്കറിയാം. ഏതായാലും സമസ്തകളുടെ ജമീയത്തുൽഉലമ നിങ്ങൾക്ക് ഏത് ദുരന്തങ്ങളും ഉണ്ടാവുമ്പോൾ ആ സമസ്തകളുടെ ജമീയത്തുൽഉലമ എന്നും അതിൽ ഇടപെടുകയും സമസ്തകളുടെ ജമീയത്തുൽഉലമക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി സഹായങ്ങളും മറ്റ് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളൊക്കെ സമസ്തകളുടെ ജമീയത്തുൽഉലമയുടെ ഭാഗത്ത് നിന്ന് എന്നും ഉണ്ടായിട്ടുണ്ട്. ഇനി അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, യാതൊരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മരണപ്പെട്ടു പോയ ആളുകൾ അവർക്കുള്ള ഖബറും അല്ലാഹു സുഖപ്രദമാക്കട്ടെ. നമ്മുടെ മുസ്ലിങ്ങളല്ലാത്ത പലരും മരണപ്പെട്ടു പോയിട്ട് അവരോടൊക്കെ ബന്ധപ്പെട്ട ആളുകളൊക്കെ അവർക്കൊക്കെ അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. നമ്മുടെ ആളുകൾക്കും അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. എല്ലാവർക്കും അവർക്കൊക്കെയുള്ള ഭാവി ജീവിതം വളരെ നല്ല നിലക്ക് സൗകര്യങ്ങളോടുകൂടി അതിന് ചുറ്റപ്പെടുത്തി അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള തൗഫീഖ് നമുക്കുണ്ടാവുകയും അത് നല്ല നിലനിർത്തിക്കൊണ്ടാണ് തൗഫീഖ് അവർക്ക് നൽകട്ടെ. ഇത്യാദി ആഫത്ത്, മുസീബത്ത്, അപകടങ്ങൾ, പ്രയാസങ്ങൾ കൊടുക്കട്ടെ. അല്ലാഹു നമ്മളെ നാടിനും എല്ലാ നാടുകളെയും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. മറ്റ് മഹാനാവുന്ന ഉസ്താദുകൾ നിർദ്ദേശിച്ചതുപോലെ തഹ്‌ലീൽ ചൊല്ലി കുറച്ച് ഇഖ്ലാസ് ഓതി അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് സിയാറത്ത് ചെയ്യാൻ പോകാൻ കുറച്ച് പ്രയാസം ഉള്ളത് മാത്രമല്ല, നമ്മളെല്ലാം കൂടി അവിടെ ഒന്നുകൊണ്ട് സിയാറത്തിൻ്റെ സ്വഭാവം ഉണ്ടാക്കാനും ഒരവസരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആ സിയാറത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാന്നുള്ളതാണ്. അത് ഇന്ന് നടക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ മജ്‌ലിസിനെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളൊക്കെ മുത്തഖീങ്ങളായി കൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അല്ലാഹു എത്തിത്തരട്ടെ. നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാൻ, ആ ഈമാനിനെ വർദ്ധിപ്പിക്കാൻ, ആ ഈമാനെ പ്രകാശിപ്പിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു ശാന്തി നൽകട്ടെ. അല്ലാഹു പ്രയാസങ്ങളിൽ നമ്മൾ രക്ഷപ്പെടുത്തട്ടെ. എല്ലാവരും ചെയ്യുന്ന സേവനത്തിനും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഇന്ത്യയുടെ ഒരു നന്മയാണ് നമ്മൾ കാണുന്നത്. എല്ലാ വിഭാഗം ആളുകളും ഒത്തൊരുമിച്ച് കൊണ്ടിട്ട് ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ ജാതി നോക്കാതെ, മതം നോക്കാതെ, ആളെ നോക്കാതെ ഒക്കെ പ്രവർത്തിക്കുന്നതായ ഒരവസ്ഥ ഇത് നമ്മളെ ഈ രാജ്യങ്ങൾക്കൊക്കെ ഉള്ളതായ ഒരു പ്രത്യേകതയാണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അത് നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. صدق الله العلي العظيم. അഭിവന്യരായ സമസ്തകളുടെ ജമീയത്തുൽ ഉലമയുടെ മഹാനായ നേതാവ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർ
മറ്റു സാധാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, സംഘടനാ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ദുഃഖസാന്ദ്രമായ ഒരു സംഗമത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വലിയ പരീക്ഷണത്തിന് വിജയമായി ആ പരീക്ഷണത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നാം പ്രതിജ്ഞാബദ്ധരാവേണ്ടുന്നതുമായ ഒരു സന്ദർഭത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ മഹാന്മാരായ നേതാക്കളാണ് ഇന്നിവിടെ വളരെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ തന്നെ വരുമ്പോൾ വഴിക്ക് വെച്ച് വലിയ തടസ്സമുണ്ടായി. എൻ്റെ വണ്ടി ഇങ്ങോട്ട് കടത്തിവിടാതെ മറ്റൊരു വണ്ടിയിലൂടെ വളരെ സാഹസപ്പെട്ടുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സാഹസപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നതിൻ്റെ കാരണം, ഒന്ന്, നമ്മുടെ അഭിവന്യരായ സാദാത്തുക്കളും മഹാന്മാരും അടങ്ങുന്ന ഒരു സദസ്സ് ഇവിടെ ഉണ്ടാക്കുകയും ഇവിടെ വെച്ച് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ ദേശീയ ദുരന്തം എന്ന് തന്നെ വിശേഷിക്കപ്പെടുന്ന ഈ ദുരന്തത്തിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായം ഉണ്ടാവാൻ വേണ്ടിയും സമാധാനം ഉണ്ടാവാൻ വേണ്ടിയും അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നതാണ് ഞങ്ങളുടെ വരവിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഇൻഷാ അല്ലാഹ് ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ഇവിടെ ഒരു കൂട്ടുപ്രാർത്ഥന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അഹ്ലി സുന്നത്തി വൽ ജമാഅ അത് വിശ്വസിക്കുകയും അത് നല്ല കാര്യമാണെന്ന് നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത് വിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുക മാത്രമല്ല, വിശുദ്ധ ഖുർആനിലൂടെ അതിനു വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ പോലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ എന്ന വിശുദ്ധ പ്രാർത്ഥനയിലൂടെ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അത് അഹ്ലി സുന്നത്തി വൽ ജമാഅ ഇവിടെ നടപ്പിലാക്കുകയും അതൊരു സൽക്കർമ്മമായി സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെ ഈ മഹാദുരന്തത്തിന് വേണ്ടിയും ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇവിടെ പ്രത്യേകമായി ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, നമ്മുടെ എല്ലാവരുടെയും ഈ ദുരന്തത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പങ്കാളികളാകുന്നു. ആ പങ്കാളികളാകുന്നതിൻ്റെ ഭാഗമായിട്ടുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സഹായങ്ങൾ വളരെ ശാസ്ത്രീയമായും വളരെ ഭദ്രമായും എങ്ങനെയൊക്കെ നടത്തണമെന്ന് ആലോചിക്കുകയും അതിനു വേണ്ടിയുള്ള എല്ലാവിധ പ്രോഗ്രാമുകളും തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. മഹല്ലടിസ്ഥാനത്തിലുള്ള ഈ സഹകരണങ്ങൾക്കെല്ലാം ഇവിടെ തന്നെ ഇവിടെ തന്നെ ഹെൽപ്പ് ഡെസ്കും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളൊക്കെ ഒരു കൽപ്പറ്റയിലും മേപ്പാടിയിലും നിങ്ങളും ഈ സഹായങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനും ചോദിക്കാനും അതിൻ്റെ മറുപടി കിട്ടാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദുരന്തം നേരിട്ട് കാണുകയും ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുക എന്നതുകൂടി നമ്മുടെ ഈ ദൗത്യത്തിന്റെ പിന്നിൽ ഉണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പറയാനുള്ളത്, ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് തന്നെ ബന്ധപ്പെട്ടവർ കാണുകയും എല്ലാ അർത്ഥത്തിലുമുള്ള സഹായങ്ങൾ ഈ ദുരന്തത്തിന് ഇരയായവർക്ക് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. ആ ആവശ്യം ഇൻഷാ അല്ലാഹ് ബന്ധപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളും ബഹുമാനപ്പെട്ട സമസ്ത നിർവഹിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ സർക്കാരുകളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും നല്ല നിലപാടുകളും നല്ല പ്രവർത്തനങ്ങളുമാണ് ഇവിടെ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബെയ്ലി പാലം എന്ന് പറയുന്ന പാലം 2 ദിവസം കൊണ്ട് നമ്മുടെ സൈനികർ സാഹസപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കുകയും
അങ്ങനെ അവരുടെ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ ഊർജിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നത് നമുക്ക് ബോധ്യമാവുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് നന്ദിയുണ്ട്. അതൊക്കെ നമ്മൾ നന്ദിപൂർവ്വം കാണുകയും ചെയ്യുകയാണ്. ഏതായിരുന്നാലും സമസ്തകള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ ഇടപെടുകയും അങ്ങനെ ഈ വിഷയം വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ബഹുമാനപ്പെട്ട സമസ്ത എന്നും പ്രതിജ്ഞാബദ്ധമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ദുരന്തത്തെയും വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാവിധ ചാനലുകളും ഉപയോഗപ്പെടുത്തി അതിനുള്ള എല്ലാവിധ നടപടികളും ബഹുമാനപ്പെട്ട സമസ്ത സ്വീകരിക്കുന്നതാണെന്ന് കൂടി നിങ്ങളെ അറിയിക്കുകയും നിങ്ങളോടുള്ള അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക ഘടകങ്ങളെല്ലാം തന്നെ വിഖായായിരുന്നാലും ആമിലായിരുന്നാലും എല്ലാ അർത്ഥത്തിലും നമ്മുടെ പ്രവർത്തകന്മാരെല്ലാം നിങ്ങളോടൊപ്പം എല്ലാ സമയത്തും ഉണ്ടാവുകയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരാൻ ഞങ്ങളുടെ സമസ്തയുടെ ഈ സംഘടനാ സെറ്റപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ എല്ലാം ചെയ്തു തരികയും ചെയ്യും എന്ന് നിങ്ങളെ ഈ സമയത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും അറിയിക്കുകയും ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വലിയ ദുരന്തത്തിൽ നിങ്ങൾക്ക് വേണ്ടി, ഈ നാട്ടിന് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ആഹ്വാനം ചെയ്യുകയും ഇന്ന് കേരളത്തിലെ എല്ലാ മഹല്ലുകളിലും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നുണ്ട്. ഈ പ്രയാസങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമസ്ത സമാഹരിക്കുന്ന റിലീഫ് ഫണ്ടിലേക്കുള്ള ഫണ്ട് ശേഖരണവും ഇന്ന് എല്ലാ മഹല്ലുകളിലും ഇൻഷാ അല്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളെ എല്ലാ അർത്ഥത്തിലും നിങ്ങളോടൊപ്പം തന്നെ കൂട്ടിച്ചേർന്നുകൊണ്ട് നിന്നുകൊണ്ട് നിങ്ങളെ എപ്പോഴും ഞങ്ങൾ ഓർക്കുകയും ചെയ്യുമെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ദുരന്തത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും പങ്കുചേരുകയാണ്. ഈ പ്രയാസത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കൂട്ടായ്മയോടുകൂടി ഈ കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. ഈ രാജ്യത്ത് സമാധാനത്തോടുകൂടി വളരെ സൗഹൃദത്തോടുകൂടി തന്നെയാണ് നാം ജീവിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് മതം നോക്കാതെ അല്ല മറ്റൊന്നും നോക്കാതെ ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒരു ദേശീയ ദുരന്തമായി കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാവരോടുമുള്ള ആ പ്രയാസത്തിൽ ഞങ്ങൾ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടിയും, ഈ നാട്ടിന് വേണ്ടിയും, ഈ രാജ്യത്തിന് വേണ്ടിയും, ഈ സമുദായത്തിന് വേണ്ടിയും, അതുപോലെ എല്ലാ മതസമുദായങ്ങൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നറിയിക്കുകയും ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും കൂട്ടായ്മയോടുകൂടി ഇനി മുന്നോട്ട് പോകാം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ മഹാദുരന്തങ്ങളിൽ നിന്ന് ഇനിയെങ്കിലും നമ്മെ എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാം. നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളൊക്കെ പറഞ്ഞതുപോലെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നാം മുന്നോട്ട് നയിക്കുകയും അങ്ങനെ ഈമാൻ നമ്മുടെ കൈമുതലാക്കി ബഹുമാനപ്പെട്ട വിശുദ്ധ ഇസ്ലാമിന്റെ സൽക്കർമ്മങ്ങൾ പരമാവധി ചെയ്യുകയും എല്ലാ ദുഷ്കർമ്മങ്ങളിൽ നിന്നും പരമാവധി വിട്ടുനിൽക്കാൻ വേണ്ടി നാം എല്ലാവരും പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അടക്കമുള്ള എല്ലാവരോടും ഉപദേശിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله
لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. لم يلد ولم يولد ولم يكن له كفوا أحد. ബഹുമാനികളെ ദുആ ചെയ്യപ്പെടുന്ന ശേഷം നമുക്ക് സ്വീകരിക്കാം. ഫാത്തിഹ ഇഖ്ലാസുമാകുന്ന ദൈവമോദി ദുആ ചെയ്യും. അൽ-ഫാത്തിഹ. കുറേ ആളുകൾ
ആശുപത്രിയിലും കഴിയുന്നുണ്ട്. അവർക്ക് അല്ലാഹു ആദിൽ ആഫിയത്ത് നൽകി നല്ല ആരോഗ്യവും ആഫിയത്തും സിഹത്തും ഖുവത്തും ദീർഘായുസ്സും നൽകി സാമാരുടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അലൈസിമുള്ള അടക്കമുള്ള الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه. اللهم إنا نسألك بأسمائك الحسنى وصفاتك السمية والعلية ومواهبك الجلية وبحمدك وحر ياسين وسورة البقرة وملائكة على الرحيم الأنبياء والمرسلين وأصحاب رسول الله وأحوال رسول الله وأولاد رسول الله وأصحاب العباد والأئمة الأربعة المجتهدين الإمام الشافعي رضي الله تعالى عنه وجميع الفقهاء والعلماء والمحدثين والأقطار والأقدار والنجوات والنقباء والرجال وإلى المحسنين في هذه النبوة بحق كتب كتابهم وكتب هذه القرية وبحق الزمان ووليها المكان وبحقوق مشايخنا وأجدادنا مشايخ الطوائف الموصلة إلى الله وخاصة بحق جميع مشايخنا في سلسلة القادرية وفي سلسلة الرفاعية وفي سلسلة الأحمدية والأحمدية الشافعية وبحق رسولهم ومشايخهم وأتباعهم وأنصارهم ومعلمين وزوجاتهم العاملين وبحقوق جميع مشايخنا وأساتذتنا وساداتنا الذين مروا بالخدمة الجليلة بعلماء كاملة وفروعها خاصة منهم بحق شيخنا ومرشدنا ورب الجليل الشيخ شمس العلماء اللهم اجعل ثوابنا على صدق اعمالك وهؤلاء الموتى الذين نويناهم بهذه الزياره وبهذا الدعاء الذين وفقهم المنيه من هذه الحادثه من هذه المصيبه اللهم اغفر لهم اللهم آمين اللهم ادخلهم الجنة مع الأبرار آمين آمين اللهم ثبت قدميهم على الصراط آمين مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين آمين اللهم اجعل قبرهم روضة من رياض الجنة آمين اللهم اغفر لهم آمين اللهم إن كان المسلمين فزد في
اللهم في صبر على قلوب أخوانهم آمين على صدرهم آمين إلى أموات الوالدين أمواتنا خاصة آمين إلى أموات أولياء أولياء آمين اللهم اجعلنا وجعل جميع المسلمين آمين اللهم احفظنا واحفظ جميع المؤمنين اللهم احفظنا واحفظهم واسقهم واحفظهم جميع الناس والأعداء والأمراض كلها آمين اللهم إنك تعلم هؤلاء المصابين ما أصابتهم جراحة من هذه العارفة ومن هذه المصيبة اللهم اشفهم شفاء طعما لا يغادر سقما اللهم اشفهم شفاء طعما لا يغادر سقما اللهم اشفهم شفاء طعما لا يغادر سقما اللهم احفظهم من جميع الأمراض آمين واسمعني إنك على كل شيء قدير إلى أموات الوالدين والمؤمنات والمؤمنين والمؤمنات من أموات هذه البلدة اللهم اغفر لهم اللهم اللهم إنك تعلم جميع الإخوان الذين قاموا بالخدمة الجليلة في المساعدة والمعاونة لخدمة الموتى ولخدمة المصابين اللهم تقبل خدمتهم اللهم اللهم وفقنا وإياهم لما تحب وترضى اللهم اجعل خدمتهم عمل أعمال صالحة الذي تكون ثقل في ميزانهم لوقوف هؤلاء الصالحين التي تكون ميزان ثقل في ميزانهم اللهم اجعل جمعنا هذا الموضوع آمين اللهم اجعل جمعنا هذا الموضوع آمين وبارك علينا وعلى جميع المسلمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وما نرسل هذا كلمه من മലയാളത്തിൽ ചെറിയൊരു ആമീൻ ആഴ്ച വെച്ച്